അപ്പം നമ്മുടെ ആമിമോളുടെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ജൂലൈ 27-ന്, അതായത് ഈ കഴിഞ്ഞ സൺഡേ. സാറ്റർഡേ ആയിരുന്നു നാള് വന്നിട്ടുണ്ടായിരുന്നത്. ഡേറ്റ് 19-നായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ ആണെങ്കിൽ സ്കൂളിൽ ഒരു പീഡിയാട്രിക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇതേ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആമിക്കാണെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് കറക്റ്റ് സൈസിലുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല വണ്ണമുള്ള പോലെ തോന്നാറുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒട്ടും വണ്ണമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പ്രായത്തിന് പറ്റിയ സൈസിലുള്ള ഡ്രസ്സസ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ സമ്മാനം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമ്മാനം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ചോറ് കൊടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. ഐ തിങ്ക് ഇത് എല്ലാ അമ്മമാർക്കും റിലേറ്റബിൾ ആയിരിക്കും, ചോറ് കൊടുക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു. ഡേ ഇരിക്കുന്ന ഫ്രെയിം ഞാൻ ആമിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കൊടുത്തതായിരുന്നു കേട്ടോ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. വൈകിട്ടൊക്കെ ഇപ്പൊ വിഷ്ണുവേട്ടൻ അമ്മേനെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി കൊടുക്കാൻ പോയി. അമ്മമ്മ പോയ സങ്കടമാണ് ആ കാണുന്നത്. അങ്ങനെ കൊണ്ടാക്കാൻ പോയ ടീംസ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ തുടങ്ങി ഓരോ ഗിഫ്റ്റുകളായിട്ട്. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ച്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നണ്ട് ഈ പന്നി? കൈ കഴുകി